This video is sponsored by Yati Bakes. Happiness packed in every box and co-sponsored by V Digital TV. Enjoy 600 plus live TV channel at free of cost. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉണ്ടായ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ 2 ദിവസമായി നിറഞ്ഞു നിൽക്കുന്നത്. മുഖം നിറയെ ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന ഷാഫിയുടെ ചിത്രങ്ങൾ നാടകം ആണെന്ന മട്ടിലുള്ള പ്രചാരണമാണ് ഫേസ്ബുക്കിൽ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടത് അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കോഴിക്കോട് റൂറൽ എസ്പി തന്നെ പോലീസിന്റെ വീഴ്ച സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഷാഫിയെ പോലീസ് മർദ്ദിച്ചു എന്നാണ് അദ്ദേഹം സമ്മതിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിൽ നടത്തിയ പ്രസംഗം ചർച്ചയാകും. മന്ത്രിയാകാൻ ഒരിക്കലും താൽപര്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ഇക്കാര്യം പത്രക്കാരുടെ മുന്നിൽ വച്ച് പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. താൻ ഈശ്വരവഴിയിലാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗലുങ്ക് സംഗമത്തിനെതിരെ ചിലർ പ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം. മട്ടന്നൂരിൽ സദാനന്ദൻ എംപിയുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സദാനന്ദനും കലുങ്ക് സംഗമം നടത്തണമെന്നും ഇവരുടെ കടി നന്നായി കൂടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രമുഖ സിനിമാ നടൻ എൻ ജയകൃഷ്ണൻ അറസ്റ്റിൽ. മുസ്ലിം കാർ ഡ്രൈവറെ ഭീകരവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ്. ജയകൃഷ്ണനൊപ്പം 2 പേരുണ്ടായിരുന്നു എങ്കിലും ഒരാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾ രക്ഷപ്പെട്ടു എന്നും വൈകാതെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ ഇന്നലെ രാത്രിയാണ് അറസ്റ്റുണ്ടായത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൻഡിഎയിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. ജെഡിയുവിന്റെ വല്യേട്ടൻ സ്ഥാനം നഷ്ടമായി. ജെഡിയുവും ബിജെപിയും തുല്യമായ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ബിഹാറിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് കൂടിയാണ് ഇദ്ദേഹം. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ പ്രസ്താവനകൾ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായി കോൺഗ്രസ് വിലയിരുത്തി. ഇന്ദിരാഗാന്ധി സർക്കാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള ചിദംബരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വം അസ്വസ്ഥരാണെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ഫോർമുല പ്രഖ്യാപിച്ചതോടെ ജെഡിയുവിന്റെ സംസ്ഥാനത്തെ ഭാവി സംബന്ധിച്ച് ചോദ്യമുയരുന്നു. സംസ്ഥാനത്തെ അനിഷേധ്യ കക്ഷിയായിരുന്ന ജെഡിയുവിന് മുന്നണിയിൽ ബിജെപിക്ക് തുല്യമായ സീറ്റാണ് ലഭിച്ചത്. ബിജെപിയുമായുള്ള ബാന്ധവം ജെഡിയുവിന്റെ സ്വാധീനം നഷ്ടപ്പെടുത്തും എന്ന് നേരത്തെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരമാണ് ബംഗളൂരു. കച്ചവടത്തിനും അടിരംഗത്തും വിവിധ കമ്പനികളിലുമായി ആയിരക്കണക്കിന് മലയാളികളാണ് ബംഗളൂരു നഗരത്തിൽ താമസിക്കുന്നത്. എന്നാൽ ബംഗളൂരുവിന്റെ വികസനത്തിന് വേഗത പോരാ എന്ന വിമർശനമുണ്ട്. മാത്രമല്ല അതിവേഗം വളരുന്ന നഗരം മംഗളൂരു ആണെന്നും അഭിപ്രായം ഉയരുന്നു. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവന വിവാദത്തിൽ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്ത്രീ വിരുദ്ധമെന്നാണ് ആരോപണം ഉയരുന്നത്. പെൺകുട്ടികളെ രാത്രിയിൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും അവരുടെ സുരക്ഷ അവർ തന്നെ നോക്കണം എന്നുമായിരുന്നു വനിതാ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കുകയാണ് നടൻ വിജയ് തിരിച്ചടി നേരിട്ടത്. അദ്ദേഹത്തിന്റെ ടിവികെ എല്ലാ ആഴ്ചയും നടത്തിവന്ന റാലി ഇതോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഗരൂർ ദുരന്തത്തെ തുടർന്നുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതിയിലെത്തിയിട്ടുണ്ട്. എങ്കിലും വിജയ്ക്ക് അതിവേഗം തിരിച്ചുവരാൻ സാധിക്കാത്ത സാഹചര്യവുമാണ്.